അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം സൂറത്തുൽ മുഅ്മിൻ എന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത്. സൂറത്തുൽ മുഅ്മിൻ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം, മുഅ്മിൻ എന്നാൽ വിശ്വാസി എന്നാണ് അർത്ഥം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി എന്നാണ് അർത്ഥം. എന്നാൽ ഈ സൂറത്തിന് മറ്റൊരു പേരുകൂടെ നൽകപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് സൂറത്തുൽ ഗാഫിർ എന്നാണ്. ഗാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം. ഈ അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ ഗാഫിരി ദംബി എന്ന പ്രയോഗം വന്നതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഗാഫിർ എന്ന പേര് നൽകപ്പെട്ടിട്ടുള്ളത്. 85 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ആ 85 വചനങ്ങളെ 9 വിഭാഗങ്ങളാക്കി 9 റുക്കൂഉകളാക്കി തിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ആയത്ത് ആരംഭിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز العليم. غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. 1-ാമത്തെ ആയത്ത് ഹാമീം. വിശുദ്ധ ഖുർആനിൽ ഇത്തരത്തിലുള്ള പല ആയത്തുകളും പല സൂറത്തിൻ്റെയും തുടക്കത്തിൽ നമ്മൾ കാണാറുണ്ട്. ഈ സൂറത്തുകളിൽ തുടങ്ങുന്ന ഈ ആയത്തുകൾക്ക് പറയുന്ന പേര് കേവലക്ഷരങ്ങൾ എന്നാണ്, അഥവാ ഹുറൂഫുൽ മുഖത്തഅ എന്നാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം. അതേപോലെ ഓരോ പല പല സൂറത്തുകളിലും ഹാമീം, ഐൻ സീൻ ഖാഫ് ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്ന് തുടങ്ങി പല സൂറത്തുകളിലും വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 29 സൂറത്തുകളിലാണ് ഈ രൂപത്തിലുള്ള ആയത്തുകൾ വെച്ച് സൂറത്തുകൾ ആരംഭിക്കുന്നത്. ഹുറൂഫുൽ മുഖത്തഅ വെച്ച് സൂറത്തുകൾ ആരംഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ശൈലിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ആയത്തിൻ്റെ അർത്ഥം അള്ളാഹു ആയിലം എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ അർത്ഥം അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് ഹാമീം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. തുടർന്ന് അള്ളാഹു പറയാണ്, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. തൻസീലുൽ കിതാബ്. കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥം ഏതാണ്? അതെ, പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നാണ് എന്ന്. അതായത് പ്രവാചകൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ ഈ വിശുദ്ധ ഖുർആനിനെ അഗണ്യമായി തള്ളിക്കളയുന്ന പല ആളുകളും ഈ പ്രബോധനം അതിൻ്റെ ഏറ്റവും ഉച്ചിയിലെത്തി നിൽക്കുന്ന സമയത്ത് പല ആളുകളും ഇതിനെ തള്ളിക്കളയും, അവരിതിനെ നിഷേധിച്ച് തള്ളിക്കളയും. ആ സമയത്ത് അള്ളാഹു പറയാണ്, തൻസീലുൽ കിതാബി മിനല്ലാഹ്, ഇത് അള്ളാഹുവിങ്കൽ നിന്നാണ്. എന്നിട്ട് പറയാണ്, ആരാണ് അള്ളാഹു? അൽ അസീസ് അൽ അലീം, പ്രതാപശാലിയായ സർവജ്ഞനായ എല്ലാത്തിനെയും കുറിച്ചറിവുള്ള
എല്ലാവരേക്കാളും വിജയത്തിന് അർഹനായ, എല്ലായ്പ്പോഴും വിജയിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല. അതാണ് അസീസുൽ അലീം, അള്ളാഹുവിൻ്റെ മഹത്തായ സവിശേഷതകൾ. എന്നിട്ട് അത് തുടർന്ന് പറയാണ്, ഗാഫിരിൽ ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ദിത്തൗൽ. ഗാഫിരിൽ ദംബി, അള്ളാഹുവിൻ്റെ മറ്റൊരു പ്രത്യേകത, വഖാബിലിത് തൗബി ഷദീദിൽ ഇഖാബ്. എന്താണ് ഗാഫിർ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പൊറുക്കുന്നവനാണ്. എന്ത് പൊറുക്കുന്നവൻ? അദ്ദംബ്, പാപം പൊറുക്കുന്നവൻ. പിന്നെയോ വഖാബിലി തൗബി, അതോടൊപ്പം പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, മടക്കം സ്വീകരിക്കുന്നവൻ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും വഖാബിലി തൗബി. അതിനുശേഷമൊന്നും ഇതിൽ വാ കൂട്ടിച്ചേർക്കുന്നതായി കാണുന്നില്ല. വഖാബിലി തൗബി വശദീദിൽ ഇഖാബ്. ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ഓരോ സവിശേഷതകൾ പറയുമ്പോൾ വഖാബിലി തൗബിക്ക് മാത്രമാണ് വാ ചേർക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത് പറയുന്നു ഗാഫിരി ദംബി, പാപം പൊറുക്കുന്നവൻ. ആരുടെ പാപമാണ് അള്ളാഹു പുറത്തു തരിക? ആലോചിച്ച് നോക്കണം. ആരുടെ പാപം? വഖാബിലി തൗബി, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അഥവാ തൗബ, ആരാണോ തൗബ ചെയ്യുന്നത് അവൻ്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും എന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്ത അറിയിക്കലാണിത്. ഗാഫിരി ദംബി വഖാബിലി തൗബി. എന്നിട്ട് അള്ളാഹു ഒരു ഭയവാർത്ത കൂടെ നമ്മളിലേക്ക് ഇട്ട് തരികയാണ്. ഷദീദിൽ ഇഖാബ്. എന്താണത്? ഷദീദിൽ ഇഖാബ്, ശിക്ഷാ നടപടി, അഥവാ ശിക്ഷാ നടപടി കഠിനമായവൻ എന്നുള്ളതാണ്. ഇത് തൗൽ എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ യോഗ്യതയുള്ളവൻ അല്ലെങ്കിൽ ഔദാര്യമുള്ളവൻ, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തൗൽ എന്ന് പറയുന്ന ഒരു വാക്ക്. അതിനെന്തൊക്കെയാണ് അർത്ഥങ്ങൾ വരുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ശ്രേഷ്ഠതയുള്ളവൻ, ഔദാര്യവും കഴിവും സമ്പത്തും മികവുമെല്ലാം ഉള്ളവൻ എന്നാണ് ദി തൗൽ എന്ന് പറയുന്ന ഒരു പദത്തിൽ നമുക്കർത്ഥം കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അള്ളാഹു പറയാണ്, വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയതാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ആരാണ് അള്ളാഹു? അസീസാണ്, അലീമാണ്, ഗാഫിരി ദംബിയാണ്, വഖാബിലി തൗബാണ്, ഷദീദിൽ ഇഖാബ് എന്ന് പറഞ്ഞ് നമുക്ക് വാണിംഗ് തരാണ്. അള്ളാഹു ശിക്ഷാ നടപടി എടുക്കുന്നവനാണ് കഠിനമായിക്കൊണ്ട്. ദി തൗൽ, അഥവാ അവനല്ലാതെ ആ ഒരു ആരാധനക്ക് അല്ലെങ്കിൽ ആ ഒരു ശിക്ഷാ നടപടിക്ക് ഒന്നിനും അവനല്ലാതെ മറ്റൊരാളും യോഗ്യനല്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, മറ്റൊരാരാധ്യനുമില്ല. ഇലൈഹിൽ മസീർ, അവങ്കലേക്കാണ് തിരിച്ചു ചെല്ലൽ, മടങ്ങിച്ചെല്ലൽ. അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഇവിടെ പ്രസ്താവിച്ച ഗുണങ്ങളാൽ സമ്പൂർണനായ അള്ളാഹു അവതരിപ്പിച്ച ഈ ഒരു വേദഗ്രന്ഥം അതിലേതെങ്കിലും വിധേനയുള്ള ന്യൂനതയോ കോട്ടമോ ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കുമോ? നമ്മൾ ആലോചിച്ച് നോക്കുക. എന്നിരിക്കെ അതിൽ ദുസ്തർക്കം നടത്തുവാൻ മുതിരുന്നവർ സത്യനിഷേധികളായ അവിശ്വാസിയായിരിക്കുവാനേ നിവൃത്തിയുള്ളൂ എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. അതായത് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെ തർക്കം നടത്താൻ ശ്രമിക്കുന്നവരാരോ അവൻ വിശ്വാസിയല്ല, മറിച്ച് അവിശ്വാസിയാണ് എന്നുകൂടെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു പറയാണ് തർക്കത്തെക്കുറിച്ച് പറയുമ്പോൾ, മാ യുജാദിലു ഫീ ആയാതില്ലാഹി ഇല്ലല്ലദീന കഫറൂ ഫലാ യഗ്റുർക തഖല്ലുബുഹും ഫിൽ ബിലാദ്. മാ യുജാദിലു, തർക്കം നടത്തുകയില്ല എന്നാണ്. ഫീ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ. ഇല്ലല്ലദീന, ഏതൊരു കൂട്ടരൊഴികെ, കഫറൂ, അവിശ്വസിച്ചവരല്ലാതെ മറ്റൊരാളും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ തർക്കം നടത്തുകയില്ല. ഫലാ യഗ്റുർക, എന്നാൽ നിന്നെ വഞ്ചിച്ചു കളയരുത്. തഖല്ലുബുഹും, അവരുടെ സ്വൈര്യവിഹാരം കൊള്ളൽ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ. അഥവാ അവിശ്വാസികളായ ആളുകൾ രാജ്യങ്ങളിൽ അവർ സ്വൈര്യവിഹാരത്തോടുകൂടെ അല്ലെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞു നടക്കുന്നത് കണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്.
തൽക്കാലം അള്ളാഹു അവരെ അയച്ചു വിട്ടിരിക്കുകയാണെന്ന് മാത്രം. വഴിയെ അവർക്കവൻ തക്ക പ്രതിഫലം കൊടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ യുജാദിലു എന്ന് പറയുന്ന തർക്കം, ആ തർക്കം സ്വേച്ഛാ താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങളും കുതർക്കങ്ങളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സത്യത്തെ ഗ്രഹിക്കുവാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ അല്ല. അതായത് നമ്മളൊരു വിഷയം കേട്ട് കഴിഞ്ഞാൽ സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മളത് അന്വേഷിക്കണം, ചർച്ച ചെയ്യണം. അതല്ലാതെ അത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വെറുതെ വാദപ്രതിവാദം നടത്തുക അല്ലെങ്കിൽ കുതർക്കങ്ങളുമായിട്ട് ചെല്ലുന്ന ആളുകളെയാണ് ഇവിടെ മായുജാദിലു എന്നുദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫലാ യഗ്റുർക തഖല്ലുബുഹും ഫിൽ ബിലാദ് എന്ന് അള്ളാഹു പറയാൻ കാരണം? അടുത്ത ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അള്ളാഹു പറയാണ്, كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب. كذبت قبلهم. كذبت അവരെന്ത് ചെയ്തു? വ്യാജമാക്കി. ഖബ്ലഹും അവരുടെ മുമ്പുള്ളവരും വ്യാജമാക്കി എന്നാണ്. നേരത്തെ പറഞ്ഞത് പ്രവാചകൻ്റെ കാലഘട്ടത്തെക്കുറിച്ചായിരുന്നു. അവർ വ്യാജമാക്കുന്നത് കണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. പക്ഷെ ഇവിടെ ഉള്ള പറയാണ്, എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം? കദ്ദബത് ഖബ്ലഹും അവരുടെ മുമ്പുള്ളവരും വ്യാജമാക്കിയിരുന്നു. ആരാണ് അവർ? ഖൗമു നൂഹിൻ നൂഹിൻ്റെ ജനതയും വൽ അഹ്സാബു സഖ്യകക്ഷികളും. ആരായിരുന്നു അവർ? സഖ്യകക്ഷികൾ ആദ് ഗോത്രക്കാർ, സമൂദ് ഗോത്രക്കാർ, ഫിറഔനിൻ്റെ ആളുകൾ മുതലായ ആളുകളും എന്ത് ചെയ്തിരുന്നു? വ്യാജമാക്കിയിരുന്നു. മിൻ ബഅദിഹിം അവരുടെ ശേഷം വഹമ്മത്ത് അവരുദ്യമിക്കുകയും ചെയ്തു, അവർ വിചാരിക്കുകയും ചെയ്തു. കുല്ലു ഉമ്മത്തിൻ എല്ലാ സമുദായവും ബിറസൂലിഹിം തങ്ങളുടെ റസൂലിനെ പറ്റി ലിയഖുദൂഹ് അവർ അദ്ദേഹത്തെ പിടിക്കുവാൻ, വജാദലു അവർ തർക്കം നടത്തി എന്നാണ്. എന്തിനു വേണ്ടി തർക്കം നടത്തി? ബിൽ ബാത്തിലി നിരർത്ഥമായതുകൊണ്ട് അന്യായമായതുകൊണ്ട് അവർ തർക്കം നടത്തി. ലിയുദ്ഹിദു അവർ ഉന്മൂലനം ചെയ്യുവാൻ, ബിഹിൽ ഹഖ ആ ഒരു തർക്കം കൊണ്ട് യാഥാർത്ഥ്യത്തെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി അവരെന്ത് ചെയ്തു? തർക്കം നടത്തി എന്നുള്ളതാണ്. ഫഅഖൽതുഹും അപ്പോൾ ഞാൻ അവരെ പിടിച്ചു. ഫകൈഫ കാന അപ്പോൾ എങ്ങനെയായി? ഇഖാബ് എൻ്റെ ശിക്ഷാ നടപടി അല്ലെങ്കിൽ പ്രതികാര ശിക്ഷ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അതായത് റസൂലിന് മുമ്പുണ്ടായിരുന്ന നൂഹ് ജനതയിലെ ആളുകളാണെങ്കിലും അതേപോലെ തന്നെ ആദ് സമൂദ് ഗോത്രങ്ങളിലെ ആളുകളാണെങ്കിലും ഫിറഔനിൻ്റെ ആളുകളാണെങ്കിലും അവരൊക്കെ അവർക്ക് അയക്കപ്പെട്ട റസൂലിനെ, പ്രവാചകനെ അവരെന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞിരുന്നു. അവർ ആ പ്രവാചകന്മാരെ അനുസരിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവർ അഗണ്യമായി തള്ളിക്കളഞ്ഞിരുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ അവർക്ക് നൽകപ്പെട്ട ശിക്ഷാ നടപടി ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ നാം എങ്ങനെയാണ് ശിക്ഷിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതായത് ഇവരിങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് വിശ്വാസികളായ ആളുകൾ അതിൽ വഞ്ചിതരാകേണ്ടതില്ല. കാരണം ഇവർ ഇത്രയും അള്ളാഹുവിനെയും പ്രവാചകനെയും തള്ളിക്കളഞ്ഞിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ യാതൊരു പ്രശ്നങ്ങളും കൂടാതെ നടക്കുന്നത് കണ്ടിട്ട് വിശ്വാസികളായ ആളുകൾ അവരിൽ വഞ്ചിതരാകേണ്ടതില്ല. കാരണം അവർക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളും ഇതുപോലെ തള്ളിക്കളഞ്ഞിട്ട് അവരൊരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇവരും ഒരു സമയം വരെ മാത്രമേ ഇതുപോലെ ജീവിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അള്ളാഹു അവരെയും അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, وَكَذَلِكَ حَقَّتْ كَلِمَةُ رَبِّكَ عَلَى الَّذِينَ كَفَرُوا أَنَّهُمْ أَصْحَابُ النَّارِ. ആറാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയാണ്, വകദാലിക അപ്രകാരം, ഹഖ്ഖത്ത് യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ സ്ഥാപിതമായി സ്ഥിരപ്പെട്ടു, കലിമത്തു റബ്ബിക നിന്റെ റബ്ബിൻ്റെ വാക്ക്, അലല്ലദീന കഫറു
അവിശ്വസിച്ചവരുടെ മേൽ അന്നഹും അവരാണെന്ന് അസ്ഹാബുന്നാർ നരകത്തിൻ്റെ ആളുകൾ അഥവാ നരകക്കാർ. നോക്കും, ഇവിടെ ദുനിയാവിൽ അള്ളാഹു ശിക്ഷ നൽകിയിട്ട് അവസാനിച്ചോ? ഇല്ല. അവർക്ക് മരണശേഷം ആഖിറത്തിലും ഒരു വലിയ അദാബ് കാത്തിരിപ്പുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് കൂടെ അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ട് ആ സമുദായങ്ങളിലെ തർക്കികളും നിഷേധികളുമായ ആളുകൾ നടത്തപ്പെട്ട അതേ നടപടിക്രമം ഈ സമുദായത്തിലെ തർക്കികൾക്കും നിഷേധികൾക്കും ബാധകമാണ് എന്നാണ് അർത്ഥം. ഇനി സത്യനിഷേധികളെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം സത്യവിശ്വാസികൾക്ക് ഉന്നത ലോകത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില അദൃശ്യ നേട്ടങ്ങളെപ്പറ്റിയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു പറയാണ്, الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. الذين يحملون العرش. അർഷാണ് അർഷ്. എന്താണ് അർഷ്? സിംഹാസനം, അള്ളാഹുവിൻ്റെ രാജകീയ പീഠം. അർഷിനെ കുറിച്ച് പറയുമ്പോൾ അർഷിനും താഴെയാണ് കുർസിയ്യ് വരുന്നത്. ആ കുർസിയിനെ കുറിച്ചുള്ള പറഞ്ഞത് വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അർഷ്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലദീന യഹ്മിലൂന, വഹിക്കുന്ന ആളുകൾ. ആരാണവർ? എന്ത് വഹിക്കുന്നവരാണ്? അൽ അർഷ, സിംഹാസനം വഹിക്കുന്നവർ. ആരാണവർ? അതെ, അള്ളാഹുവിൻ്റെ മലക്കുകളാണവർ. അവരെങ്ങനെയുള്ളവരാണ്? എങ്ങനെയാണത് വഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അവരത് വഹിക്കുന്നത് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അല്ലാഹു അഅലം. ഖിയാമത്ത് നാളിൽ 8 പേരായിരിക്കും അർശ് വഹിക്കുക എന്ന് സൂറത്തു ഹാഖയിൽ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. 8 പേരായിരിക്കും ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുക എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ കാണുവാൻ സാധിക്കും. സൂറത്തു ഹാഖയിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ അർശ് വഹിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. വമൻ ഹൗലവു, അതിൻ്റെ ചുറ്റിലുമുള്ളവരും അഥവാ അതിന് ചുറ്റിലുമുള്ള മലക്കുകളും യുസബ്ബിഹൂന, അവർ എന്ത് ചെയ്യാണ്? തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്. നമുക്കറിയാം ഏറ്റവും നല്ല കലിമത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തസ്ബീഹ്, തഹ്മീദ്, തക്ബീർ, തഹ്ലീലാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ മലക്കുകളെക്കുറിച്ച് പറഞ്ഞിട്ട് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു തസ്ബീഹും തഹ്മീദും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അള്ളാഹു പറയാണ്. വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന. വയുഅ്മിനൂന, അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു, ബിഹി അവനിൽ, വയസ്തഗ്ഫിറൂന, അവർ പാപമോചനം നടത്തുകയും ചെയ്യുന്നു എന്നാണ്. അഥവാ അവനിൽ വിശ്വസിച്ചവർക്കു വേണ്ടി അവർ പാപമോചനം നടത്തുന്നു. ആര്? അള്ളാഹുവിൻ്റെ മലക്കുകൾ. അവരാണല്ലോ പാപമോചനം നടത്തുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് അവർ പറയുന്നത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, വസിഅത്, നീ വിശാലമാക്കിയിരിക്കുന്നു, കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവിനെയും, റഹ്മതൻ, നിൻ്റെ കാരുണ്യം കൊണ്ടും, വഇൽമ, നിൻ്റെ അറിവ് കൊണ്ടും. നിൻ്റെ അറിവ് കൊണ്ടും നിൻ്റെ കാരുണ്യം കൊണ്ടും നീ എല്ലാത്തിനെയും വിശാലമാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാത്തിനെയും നിൻ്റെ അറിവ് കൊണ്ടും കാരുണ്യം കൊണ്ടും വിശാലമാക്കിയ രക്ഷിതാവേ, റബ്ബേ, ഫഗ്ഫിർ, നീ എന്ത് ചെയ്യണം? പുറത്തു കൊടുക്കണമേ. ലില്ലദീന താബു, ആർക്കാണ് പുറത്തു കൊടുക്കേണ്ടത്? ശരിക്കും മനസ്സിലാക്കണം. ലില്ലദീന താബു, പശ്ചാത്തപിച്ചവർക്കാണ് പുറത്തു കൊടുക്കേണ്ടത്. വത്തബഉ, എന്നിട്ട് അവർ പിൻപറ്റുകയും ചെയ്ത. എന്തിനെ പിൻപറ്റിയ? സബീലക, നിന്റെ മാർഗത്തെ പിൻപറ്റുകയും ചെയ്ത. വഖിഹിം, അവരെ കാക്കുകയും ചെയ്യണമേ.
അദാബൽ ജഹീം, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് പശ്ചാത്തപിക്കുകയാണ് മലക്കുകൾ. മനുഷ്യന്മാർക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. എന്താണ്? ആരാണോ നിന്നിൽ വിശ്വസിച്ചത്, ആരാണോ തൗബ ചെയ്തത്, അതിനുശേഷം നിന്റെ വഴി പിൻപറ്റിയതാരാണോ അവർക്ക് നീ പുറത്തു കൊടുക്കുകയും അവരോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ എന്ന് അവരോട് അള്ളാഹുവോട് അവർ പ്രാർത്ഥിക്കുമെന്നും ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയുടെ ഒരു രൂപം കൂടെ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥനയിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരാണ്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് മലക്കുകൾ. എങ്ങനെയാണ്? റബ്ബന വസിഅത് കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ. ആ രൂപത്തിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കഴിവുകൾ എടുത്തു പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൻ്റെ അസ്മാകൾ സിഫത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് നമ്മളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു തരുന്നൊരു കാര്യമാണ്. തുടർന്ന് 8-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, റബ്ബന വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. എന്നിട്ട് തുടർന്നും മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വഅദ്ഖിൽഹും, നീ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ, ജന്നാത്തി അദ്നിൻ, എവിടെ? ജന്നാത്ത്, സ്വർഗങ്ങളിൽ, അദ്നിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങളിൽ, അല്ലതി വഅദ്തഹും, നീ അവരോട് വാഗ്ദാനം ചെയ്ത ആ ഒരു സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തിൽ, വമൻ സ്വലഹ, നന്നായി തീർന്നവരെയും നീ അതിൽ പ്രവേശിപ്പിക്കണമേ. എങ്ങനെ നന്നായി തീർന്ന? മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്നും നന്നായി തീർന്നവർ, വഅസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്നും, വദുർരിയാതിഹിം, അവരുടെ സന്തതികളിൽ നിന്നും നന്നായി തീർന്നവരെയും നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഇന്നക അൻത, തീർച്ചയായും നീ, അൽ അസീസ്, പ്രതാപശാലിയും, അൽ ഹക്കീം, അഗാധജ്ഞനുമാണ്, തത്വജ്ഞനുമാണ് എന്ന് ഈ ആയത്തിലൂടെ. അഥവാ മലക്കുകൾ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കൂടെ കാണാൻ കഴിയുന്നത്, വഅദ്ഖിൽഹും എന്നാണ്. അഥവാ തുടർന്നുള്ള പ്രാർത്ഥനയായിക്കൊണ്ടാണ് വന്നത്. പക്ഷെ വീണ്ടും റബ്ബന എന്ന് വിളിക്കുമ്പോൾ അല്ലാഹുവേ, അല്ലെങ്കിൽ എൻ്റെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് വിളിക്കുന്നത് അതൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാനുള്ള നല്ല ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് വിളിച്ച് അവർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് നീ സ്വർഗം നൽകണമെന്നും അവരുടെ അധീനതയിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അവരുടെ അധീനതയിൽ നിന്നും അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്കും നീ സ്വർഗം കൊടുക്കണമേ എന്നും ആ മലക്കുകൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. ഏതാണ് മലക്കുകൾ? അർശിൻ്റെ വാഹകന്മാരായിട്ടുള്ള മലക്കുകൾ, അതിന് ചുറ്റുമുള്ള മലക്കുകൾ, മലക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മലക്കുകൾ, എന്നും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, എന്നും തഹ്മീദ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, അതിൽ ഒരിക്കലും തളർന്നു വീഴാത്ത, അവർ അല്ലാഹുവിനെ സ്തുതിക്കുമ്പോഴും അവരെന്ത് ചെയ്യുമ്പോഴും അവർക്ക് യാതൊരുവിധ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ആ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. 9-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, വഖിഹിമുസ് സയ്യിആത്ത് വമൻ തഖിസ് സയ്യിആതി യൗമഇദിൻ ഫഖദ് റഹിംതഹു വദാലിക ഹുവൽ ഫൗസുൽ അദീം. വഖിഹിം, അവരെ കാക്കുകയും ചെയ്യണമേ, അസ്സയ്യിആത്ത്, തിന്മകളിൽ നിന്ന്, വമൻ തഖി, നീ ആരെ കാത്തുവോ, അസ്സയ്യിആത്ത്, ആരുടെ തിന്മകളെ നീ കാത്തുവോ, യൗമഇദിൻ, അന്നേ ദിവസം. ഏതാണ് അന്നേ ദിവസം? ഖിയാമത്ത് നാളിൻ്റെ ദിവസം. ഫഖദ് റഹിംത, എന്നാൽ നീ അവന് കരുണ ചെയ്തു. ആരെയാണോ നീ തിന്മകളിൽ നിന്നും കാത്തു രക്ഷിച്ചത് അവന് നീ കരുണ ചെയ്തു എന്നും, വദാലിക,
ഹുവൽ ഫൗസുൽ അദീം വദാലിക ഹുവ അത് തന്നെയാണ് താനും അൽ ഫൗസ് എന്താണ് ഭാഗ്യം വിജയം നേട്ടം അദീം മഹത്തായ നേട്ടം അതാണ് വമ്പിച്ച വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി തരികയാണ്. മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അദീർഘമായ പ്രാർത്ഥനയാണ് കഴിഞ്ഞ 2-3 വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ആ ഒരു പ്രാർത്ഥന മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. സത്യവിശ്വാസികളെയും അവരുടെ കുടുംബങ്ങളെയും സ്വർഗത്തിൽ ഒന്നിച്ചു ചേർക്കുന്നതുവരെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. സത്യവിശ്വാസികളുടെ ഗുണത്തിലും നന്മയിലും അവർക്കുള്ള ആത്മാർത്ഥമായ താല്പര്യത്തെയാണ് ഇത് കൃത്യമായി കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യവിശ്വാസികളെയും അവരുടെ കുടുംബങ്ങളെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നല്ല മലക്കുകൾ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് വമൻ സ്വലഹ എന്നാണ്. ആരാണോ നന്നായി തീർന്നത്, അതായത് ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവനവൻ മാത്രമാണ് ഉത്തരവാദിയെന്ന്. ഒരാളുടെ നന്മ കൊണ്ട് മറ്റൊരാൾക്ക് മോക്ഷം ലഭിക്കുകയില്ലെന്നും ഒരാളുടെ തിന്മ കൊണ്ട് മറ്റൊരാൾക്ക് ശിക്ഷ ലഭിക്കുകയില്ലെന്നും നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സൂറത്തു തൂറിൽ നമുക്ക് കാണുവാൻ കഴിയും വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. വിശ്വസിക്കുകയും സത്യവിശ്വാസത്തോടെ തങ്ങളുടെ സന്താനങ്ങളെ തങ്ങളെ പിന്തുടരുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ സന്താനങ്ങളെ നാം അവരോട് ചേർത്തു കൊടുക്കുന്നതാണ്. അവരുടെ കർമ്മങ്ങളിൽ നിന്ന് യാതൊന്നും തന്നെ നാം അവർക്ക് കുറവ് വരുത്തുന്നതുമല്ല. എല്ലാ മനുഷ്യനും അവനവൻ സമ്പാദിച്ചുണ്ടാക്കിയത് എന്താണോ അതിന് പണയപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും സന്താനങ്ങളെയും ഭാര്യ ഭർത്താക്കന്മാരെയും എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ചേരുന്ന സൽഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.